ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു സിമ്പിളായിട്ടുള്ള രീതി ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിതിലധികം മസാലകളൊന്നും തന്നെ ചേർത്തിട്ടില്ല. കിച്ചൺ ട്രഷറിൻ്റെ ചിക്കൻ മസാല മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു അല്പം ഗരം മസാല. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ കാരണം ഇവിടെ കരണ്ടൊന്നുമില്ല, വെള്ളക്കെട്ടും അതുപോലെ തന്നെ 1.5 ദിവസമായി കരണ്ട് പോയിട്ട്. അപ്പോൾ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും പറ്റില്ല. ഞാൻ രാവിലെ ചെയ്യേണ്ട വീഡിയോ വൈകുന്നേരം 3 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് തന്നെ. കാറ്റും മഴയും അതുപോലെ തന്നെ കരണ്ട് പോക്കൊക്കെ കാരണം ഞങ്ങൾക്ക് നെറ്റൊന്നും കിട്ടണില്ലായിരുന്നു. എന്നിട്ട് രാത്രി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടതാണ് ഇന്നലെ രാവിലത്തെ വീഡിയോ. പക്ഷേ രാവിലെ ആയപ്പോൾ അത് കാണിച്ചേക്കണു അപ്ലോഡിങ് ഫെയിൽഡാണെന്നും പറഞ്ഞു. കാരണം നെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പ്രോസസ്സിംഗ് ഒന്നും നടന്നില്ല. പിന്നെ ഞാൻ രണ്ടാമതും ചെയ്യാമെന്ന് ഓർത്തപ്പം കരണ്ടും ഇല്ല. പിന്നെ ആ ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പം 3 മണി കഴിഞ്ഞാൽ പിന്നെ കരണ്ട് വന്നു. അതേ പിന്നെയാണ് ഞാൻ ആ വീഡിയോ രണ്ടാമതെടുത്തിട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം ഒരു കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പെട്ടെന്നാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു തവ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 4 സവാള അരിഞ്ഞിടുകയാണ്. അത് നല്ലതുപോലെ വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കൂടെ ഞാനൊരു 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴണ്ട് കിട്ടും. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും കിച്ചൺ ട്രഷറിൻ്റെ ചിക്കൻ മസാല ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ജനലിൻ്റെ ആ ഒരു വെളിച്ചത്തിലും പിന്നെ മെഴുതിരി കത്തിച്ച് വെച്ചാണ് ഞാനിപ്പോൾ കറി തയ്യാറാക്കുന്നത് തന്നെ. അതുകൊണ്ട് അത് ഒത്തിരി വെട്ടമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് എടുക്കുക. നന്നായി മൂത്ത് വരട്ടെ. ആ അരപ്പിൻ്റെയൊക്കെ ആ മസാല പൗഡറിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുത്തത് മൂപ്പിച്ചെടുക്കുക. ആ മസാലയുടെയൊക്കെ ഒരു സ്മെല്ല് മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 കിലോൻ്റെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി മസാല എല്ലായിടത്തും ആവുന്ന വിധത്തിലൊന്ന് ആക്കി കൊടുക്കാം. ഞാനിന്ന് ചിക്കൻ വയ്ക്കാൻ ഉദ്ദേശിച്ചതല്ല, വേറൊരു റെസിപ്പിയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഫ്രിഡ്ജ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കേടായി പോകുന്നുള്ള പേടിയിൽ ഞാൻ വേഗം എടുത്ത് കറി വെച്ചതാണ്. 1.5 ദിവസമായി ഇപ്പോൾ കറണ്ട് പോയിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നിർത്തി വെക്കാവുന്നതിലേക്ക് ഞാൻ 1 സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഇറങ്ങി വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് മൊത്തത്തിൽ ഇളക്കി കൊടുത്ത് ഒന്നും കൂടി മൂടി വെച്ച് ഒരു 10 മിനിറ്റും കൂടി നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അതല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. പിന്നെ ആ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. രാവിലെ 6 മണിക്ക് തന്നെ വീഡിയോസ് ഇടുന്നുണ്ട്. ഒക്കെ വ്യത്യസ്തമായ വീഡിയോസാണ്. നമുക്കൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള റെസിപ്പീസാണ് ഞാൻ അധികം ഇടുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഇപ്പോൾ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നു. ഇനി നമുക്ക് വെള്ളം ഒന്ന് കുറുകുന്നവരെ ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും. മെഴുതിരി വെട്ടത്തിലാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്നതെങ്കിലും ഇത്തിരി വെളിച്ചമൊക്കെ ഉണ്ട്. കാരണം ജനലിൻ്റെ സൈഡിലാണ്, പ്രശ്നമൊന്നുമില്ല. എന്നാലും ആ ലൈറ്റൊക്കെ ഇടുമ്പോഴുള്ള ആ ഒരു വെട്ടം കിട്ടണില്ല.
ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ലതുപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഞാനതൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തെല്ലാം മൂടി വെച്ച് കഴിക്കും. ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ കറണ്ട് വന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ കറി ഒന്നും കൂടി ഒന്ന് കാണിക്കാമെന്നോർത്ത് ഞാൻ വീഡിയോയിൽ എടുത്തതാണിത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസും കൂടി ഒന്ന് താഴെ കൊടുത്തേക്കാം. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.